എല്ലാവർക്കും നമസ്കാരം. LGS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്നുള്ള ഒരു സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ചോദിച്ചത്? വലിയ ഭിന്നസംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം, ഇത് നമ്മൾ കുറേ പ്രോബ്ലംസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ ഈ മോഡൽ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ 6/4, 6/5, അതുപോലെ 6/3, അതുപോലെ 6/2 ഇതൊക്കെയാണ് എന്ത് ഭിന്നസംഖ്യകളായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറാണ്? നോർമലി നമ്മൾ എന്താ ചെയ്യുക? അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ, ഇതിലെ ഏറ്റവും വലുതും ചെറുതും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ഭിന്നസംഖ്യേനെ എന്ത് ചെയ്യും? ഒന്നുകിൽ 10 കൊണ്ട്, 100 കൊണ്ട്, 1000 കൊണ്ട്, അത് ഏതെങ്കിലും ഒരു സംഖ്യ നമുക്ക് കൺവീനിയൻ്റ് ആയ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് 10 കൊണ്ട് ഗുണിക്കലാണ്. 10 കൊണ്ട് ഗുണിക്കാൻ എന്ത് ചെയ്യും? നമ്മൾ ഒരു 0 അങ്ങോട്ട് ഇട്ട് കൊടുക്കും അല്ലേ? ഒരു 0 അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ 60/4 എത്ര? 60/4 15 അതുപോലെ 60/5 എത്രയാണ്? 60/5 12 60/3 എത്രയാണ്? 20 60/2 എത്രയാണ്? 30 60/4 എന്ന് പറഞ്ഞാൽ 15 60/5 എന്ന് പറഞ്ഞാൽ 12 60/3 എന്ന് പറഞ്ഞാൽ 20 60/2 എന്ന് പറഞ്ഞാൽ 30 ഇപ്പോൾ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 30 അല്ലേ? അപ്പോൾ ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്തായിരിക്കും? ആ 30 വന്നാൽ 6/2 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി, 6/2 ആയിരിക്കും. ഇനി ഏറ്റവും ചെറിയ ഭിന്നസംഖ്യയാണ് ചോദിച്ചാലോ? ചെറിയ സംഖ്യ ഏതാ ഇതിൽ? 12 അല്ലേ? അപ്പോൾ ഏതായിരിക്കും? 6/5 ആയിരിക്കും എന്ത്? ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. ഇത് നിങ്ങൾക്കറിയാം, നമ്മൾ കുറേ ആയിട്ട് എല്ലാ പ്രോബ്ലത്തിലും ഇത് പറഞ്ഞുകൊണ്ട് വരുന്നതാണ് അല്ലേ? ഇനി ഇതിലേക്ക് ശ്രദ്ധിക്കുക, ഇതിലുള്ള സംഖ്യകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താ? ഇതിങ്ങനെ എഴുതാതെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ആവശ്യമില്ല, എന്നാലും നിങ്ങളിതൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഈസി ആവും നിങ്ങൾക്ക്. ഇതൊന്ന് നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾക്കൊരു പ്രത്യേകതയുണ്ട് അല്ലേ? എന്താ ഈ സംഖ്യകൾക്കൊക്കെയുള്ള പ്രത്യേകത? ഇതിൻ്റെയൊക്കെ അംശം എന്താണ്? അതായത് A/B എന്ന് എഴുതുമ്പോൾ മേലെയുള്ളതാണ് അംശം കേട്ടോ. അപ്പോൾ A/B എന്ന രൂപത്തിൽ എഴുതുന്നതാണ് എന്ത്? ഭിന്നസംഖ്യ. അതിൻ്റെ മേലെ എഴുതുന്നതാണ് എന്ത്? അംശം. അപ്പോൾ ഈ അംശമൊക്കെ എന്താണ്? തുല്യമാണ് അല്ലേ? അംശം ഒക്കെ തുല്യമാണെങ്കിൽ, നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളുടെ അംശം തുല്യമാണ് എങ്കിൽ എന്ത് ചെയ്താൽ മതി അറിയോ? ഏറ്റവും ചെറിയ ഛേദമുള്ളതായിരിക്കും എന്ത്? ചെറിയ ഛേദം ഉള്ള സംഖ്യ ആയിരിക്കും എന്ത്? വലിയ ഭിന്നസംഖ്യ. മനസ്സിലായല്ലോ? ഏറ്റവും ചെറിയ ഛേദം. അപ്പോൾ ഇതിലേതാ ഏറ്റവും ചെറിയ ഛേദം? 2 അല്ലേ? അപ്പോൾ 6/2 ആയിരിക്കും എന്ത്? ഏറ്റവും വലിയ ഭിന്നസംഖ്യ. അപ്പോൾ ഏറ്റവും വലിയ ഛേദമുള്ളതോ? ഏറ്റവും വലിയ ഛേദമുള്ളത് എന്തായിരിക്കും? വലിയ ഛേദം ഉള്ള സംഖ്യ ഏതായിരിക്കും? ചെറുതായിരിക്കും. ഏറ്റവും വലിയ ഛേദമുള്ളത് ഏതപ്പോൾ? 5 അല്ലേ ഇതിൽ വലിയ ഛേദം? അപ്പോൾ അതെന്താണ്? ചെറിയതായിരിക്കും. മനസ്സിലായല്ലോ? ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാതെ തന്നെ കണ്ടുപിടിക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇത് ആലോചിച്ച് മനസ്സിലാക്കി വെക്കണ്ട, ഇത് ഓർത്ത് വെക്കണം അല്ലേ? പക്ഷെ ഇതെന്താണ്? ഈ മെത്തേഡ് എന്താണ്? ഒരിതിലും ഓർത്ത് വെക്കേണ്ട, നമുക്ക് ഇത് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചെയ്യാൻ എന്താണ്? ഇത് പെട്ടെന്ന് 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഉത്തരം കിട്ടും ഈ മെത്തേഡാണെന്നുണ്ടെങ്കിൽ. പക്ഷേ എല്ലാ കേസുകളിലും എന്തായിരിക്കില്ല? ഈ അംശം തുല്യമായിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഛേദം തുല്യമായിട്ടായിരിക്കില്ല തരിക. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, നമുക്ക് ഈ മെത്തേഡ് അറിയാം. ഈ മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം: ഒരു സംഖ്യയുടെ 75% 200 കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ അറിയാം? ഒരു സംഖ്യയുടെ 75% കൂട്ടണം 200 എന്ന് പറയുന്നതാണ് ആ സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം? 100% തന്നെ എടുക്കാം. മനസ്സിലായോ? ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ 100% ഉള്ളതാണ് നമ്മുടെ ആ സംഖ്യ എന്നുള്ളതാക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളോട് ആ സംഖ്യ ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ആ സംഖ്യ എത്രയാണ്? 100%. ആ 100% ആ സംഖ്യ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ 75%-നോട് 200 കൂട്ടിയാൽ എന്ത് കിട്ടും? അതേ സംഖ്യ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് 100% കിട്ടും എന്നാണ് നമുക്ക് അതിന് എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. മനസ്സിലായല്ലോ? അതായത് 75%-നോട് എത്ര കൂട്ടിയാലാണ് നമുക്ക് 100% ആവുക? 75%-നോട് എത്ര കൂട്ടിയാലേ നമുക്ക് 100% ആവുക? 25% അല്ലേ? അതായത് 25% എന്ത്? 200. മനസ്സിലായോ എന്താ പറഞ്ഞത്? 75%-ഓട് എത്ര കൂട്ടിയാലാണ് 100% ആവുക? 25% നമുക്കറിയാം. അതായത് 100-ന്ന് എന്താണ് 75 കുറച്ചാലാണ് എന്ത്
25 അറിഞ്ഞൂടെ? അപ്പോൾ നമുക്ക് എന്താ അറിയാം, 25% എന്ന് പറയുന്നതാണ് എന്ത്, 200 എന്ന് നമുക്ക് മനസ്സിലായി. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും എഴുതണ്ട കേട്ടോ, ശരിക്കും ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കി, ഒരു സംഖ്യയുടെ 75% 200 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 75% 100% ആവണമെന്നുണ്ടെങ്കിൽ എത്ര ശതമാനം വേണം, 25% കൂടി വേണം. ഈ 25% എന്ന് പറയുന്നതാണ് എന്ത്, 200. അതാ ചോദ്യത്തിൽ നിന്ന് ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കി എടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ 25% 200 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, 100% വേണ്ടത്. നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാറ്, നമുക്ക് എത്ര ശതമാനം തന്നാൽ നമുക്കിപ്പോൾ 15% അല്ലെങ്കിൽ നോക്കൂ നമ്മൾക്കൊരു 18% എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വെക്കും, അതിനെ 1% അല്ലെങ്കിൽ 10%ലേക്കാണ് നമ്മൾ സാധാരണ മാറ്റാറുള്ളത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു സംഖ്യയുടെ 30% 40 ആണ് എങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്, നോർമലി ഈ 30% ആദ്യം 10% ആക്കും അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ്. എന്നിട്ട് ഈ 40നെ 3 കൊണ്ട് ഹരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. 25%-നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് 100% ആക്കി കൂടെ. 25%-നെ 100% ആക്കാൻ എന്ത് ചെയ്താൽ മതി, 25%-നെ 4 കൊണ്ട് ഗുണിച്ചാൽ എന്തായി, 100% ആയില്ലേ? മനസ്സിലായോ? 25%-നെ 100% ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, 25%-നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 25%-നെ 4 കൊണ്ട് ഗുണിച്ചാൽ 100 ആയല്ലോ, 25-നെ 4 കൊണ്ട് ഗുണിച്ചാൽ 100 ആയല്ലോ. അത്ര മാത്രം നോക്കിയാൽ മതി. മനസ്സിലായോ? 25%-നെ 4 കൊണ്ട് ഗുണിച്ചിട്ട് ഞാൻ എന്താക്കി, ഇവിടെ 100 ആക്കി. അപ്പോൾ 200-നെ ഞാൻ എന്തുകൊണ്ട് തന്നെ ഗുണിക്കണം, 4 കൊണ്ട് തന്നെ ഗുണിക്കണം. ഓക്കെ, ഒരു സൈഡിൽ 4 കൊണ്ട് ഗുണിച്ചാൽ മറ്റേ സൈഡിൽ 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 200-നെ ഞാൻ എന്തുകൊണ്ട് ഗുണിക്കണം, 4 കൊണ്ട് ഗുണിക്കണം. എത്ര ഉത്തരം കിട്ടുക, 2 4 8 800 നമ്മുടെ ഉത്തരമായിട്ട് വരും. ഇനി നോക്കുക, ഇതാണ് നമ്മുടെ ഷോർട്ടായിട്ടുള്ള മെത്തേഡ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 800 ആണ്. ഇനി നിങ്ങൾ നോക്കുക, ഇത് നിങ്ങൾക്ക് എക്സ് വെച്ചിട്ടും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുക. എന്നിട്ട് നോക്കുക, ഒരു സംഖ്യയുടെ 75% 200 കൂട്ടിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75/100 എന്നാണ് എന്ത്, 75% എന്ന് പറഞ്ഞാൽ ഇൻറ്റു എക്സ് ആ സംഖ്യ പ്ലസ് 200 എന്ന് പറയുന്നതാണ് എന്ത്, ആ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 75% അതായത് 75/x, എക്സിനെ ഒരു സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ എക്സ് മൈനസ് 75/100 എക്സ് ഈക്വൽ ടു 200 എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 100 ഗുണിക്കണ എക്സ് ഇങ്ങോട്ട് വരും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 100 ഗുണിക്കണ എക്സ് മൈനസ് 75x, 100 ഗുണിക്കണ എക്സ് 100x മൈനസ് 75x എത്രയാണ്, 25x/100 എന്ന് വരും, ഈക്വൽ ടു 200. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യാം, ഇവിടെ വെട്ടിച്ചെറുതായിക്കൂടെ, ഇത് വെട്ടിച്ചെറുതാക്കിയാൽ 1/4 എന്ന് കിട്ടും. അതായത് എക്സ് ഈക്വൽ ടു 200 ഗുണിക്കണം 4. ഈ 4 എന്ത് ചെയ്യും, ഇവിടെ മേലേക്ക് പോവും. അപ്പോൾ എക്സ് ഈക്വൽ ടു 800. ഇതാണ് സാധനം. പക്ഷേ ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്തത്, ഇത് ഞാൻ സമയമെടുത്ത് പറയുന്നത് എന്താ വിചാരിച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതെന്താ നമ്മൾ പറഞ്ഞത്, ഇതിലെന്താ ചെയ്തത്, ഒരു സംഖ്യയുടെ 75% എത്ര 200 കൂട്ടിയാൽ എന്താണ്, 100% കിട്ടും. അതായത് ആ സംഖ്യ കിട്ടും എന്നാണ് പറഞ്ഞത്. അതായത് 25% എന്ന് പറയുന്നതാണ് എന്ത്, 200 എന്ന് നമുക്കതൊന്ന് മനസ്സിലാക്കി. 25%-നെ നമുക്ക് എന്താക്കാം, 100% ആക്കി കൂടെ, 100% ആക്കാലോ. 100% ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, 25%-നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 4-നെ 25 കൊണ്ട് ഗുണിച്ചാൽ 100 അല്ലേ, അപ്പോൾ 100%. അതേമാതിരി 200-നെ എന്ത് ചെയ്യാം, 4 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക, 800. അപ്പോൾ നമ്മുടെ ഉത്തരം 800. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, അരുണിൻ്റെ വയസ്സ് 50, കിരണിൻ്റെ വയസ്സ് 18. എത്ര വർഷം കഴിയുമ്പോൾ അരുണിൻ്റെ വയസ്സ് കിരണിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെ ഓപ്ഷൻ എടുത്തിട്ട് ഇത് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അരുണിൻ്റെ വയസ്സ് 50 ആണ്. കിരണിൻ്റെ വയസ്സ് എത്രയാണ്, 18 ആണ്. ഓക്കെ, എത്ര വർഷം കഴിയുമ്പോൾ അരുണിൻ്റെ വയസ്സ് കിരണിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാവും എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 10, 12, 14, 15 തന്നിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുകയാണ്. ആദ്യം ഞാൻ എന്ത് ചെയ്തു, 10 ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള എ എടുത്തു, 10 കൂട്ടി. അപ്പോൾ ഇവിടെയും 10 കൂട്ടണമല്ലോ, 2 പേർക്കും 10 വയസ്സ് വെച്ച് കൂടുമല്ലോ. അപ്പോൾ ഇത് 60 ആയി. ഇത് എത്രയാണ്, 28 ആണ്.
28ന്റെ ഇരട്ടിയാണോ 60? അല്ലെങ്കിൽ 60ന്റെ പകുതിയാണോ 28? അല്ല. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് പറ്റില്ല. അതുകൊണ്ട് എന്താണ്? ഇത് തെറ്റാണ്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ 10 ഉത്തരമല്ല. ഇനി നമ്മൾ 12 എടുത്ത് നോക്കി. 12 കൂട്ടി നോക്കി. രണ്ടിടത്തും 12 കൂട്ടണ്ടേ? അപ്പോൾ ഇവിടെ കൂട്ടിയപ്പോൾ നമുക്ക് 62 എന്ന് കിട്ടി. ഇവിടെ കൂട്ടിയപ്പോൾ നമുക്ക് 30 എന്ന് കിട്ടി. 30ന്റെ ഇരട്ടിയാണോ 62? അപ്പോൾ ഇതും എന്താണ്? തെറ്റാണ് അല്ലേ? ഓക്കെ, 18. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? അപ്പോൾ ഇതും തെറ്റാണ്. ഇനി അടുത്ത ഓപ്ഷൻ എടുത്ത് നോക്കി. സി ഓപ്ഷൻ എടുത്ത് നോക്കി അല്ലേ? 14. അപ്പോൾ നമുക്ക് 14 എടുത്തപ്പോൾ ഇത് കൂട്ടിയാൽ 64 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 14 കൂട്ടിയപ്പോഴോ 14 വർഷം കഴിഞ്ഞാൽ ഇവിടെ എത്രയായി? 32 എന്ന് കിട്ടി. 18 + 14 32 കിട്ടി. 32ന്റെ ഇരട്ടിയാണ് എന്ത്? 64. അതായത് 32നെ 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് എന്ത്? 64. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി 14 ഓപ്ഷനിൽ നിന്ന് എങ്ങനെ എടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ നോക്കുക, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ചോദ്യം എങ്ങനെയായിരിക്കണം? ഒരാളുടെ വയസ്സ് തന്നിട്ടുണ്ട്, മറ്റൊരാളുടെ വയസ്സ് തന്നിട്ടുണ്ട്. അതായത് അരുണിൻ്റെ വയസ്സ് 50, കിരണിൻ്റെ വയസ്സ് 18. എത്ര വർഷം കഴിയുമ്പോൾ അരുണിൻ്റെ വയസ്സ് കിരണിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാവും? എന്താണ്? ഇരട്ടിയാകും എന്ന് മാത്രം ചോദിക്കാൻ പാടുള്ളൂ കേട്ടോ. എത്ര വർഷം കഴിഞ്ഞാലാണ് അരുണിൻ്റെ വയസ്സ് കിരണിൻ്റെ വയസ്സ് ഇരട്ടിയാകും? ഇത്തരത്തിലൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. എന്ത് ചെയ്താൽ മതി? നമ്മുടെ വലിയ വയസ്സ് ഏതാ? വലിയ ആളുടെ വയസ്സ് ഏതാ? 50 അല്ലേ? ഈ 50ൽ നിന്ന് എന്ത് ചെയ്യുക? 50ൽ നിന്ന് എന്ത് ചെയ്യുക? ഈ രണ്ടാമത്തെ ആളുടെ വയസ്സല്ലേ, ചെറിയ ആളുടെ വയസ്സ്, അതിൻ്റെ ഇരട്ടി എടുക്കുക. ചെറിയ ആളുടെ വയസ്സ് എത്രയാണ്? 18 അല്ലേ? 18ന്റെ ഇരട്ടി എത്ര? 36. അതങ്ങ് കുറച്ചാൽ മതിയാവും. എത്ര കിട്ടുക? 14. എന്താ ഞാൻ പറഞ്ഞത്? ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വലിയ ആളെ വയസ്സായ 50, വലിയ ആളെ വയസ്സ് 50, അതിന് എന്ത് ചെയ്യുക? ചെറിയ ആളെ വയസ്സ് എത്രയാണ്? 18. അതിൻ്റെ ഇരട്ടി എടുക്കുക. ഇരട്ടി എത്രയാണ്? 36. അത് കുറച്ചാൽ മതിയാവും. 14. അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. നമുക്ക് എക്സ് ഒക്കെ എടുത്തിട്ട് ചെയ്യാം, പക്ഷേ ഇത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല, അത് ചെയ്ത് പഠിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ ഓപ്ഷനിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഇത് ഓർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യുക. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കുക. 3 പാത്രങ്ങളിൽ 12 ലിറ്റർ, 16 ലിറ്റർ, 20 ലിറ്റർ പാലുണ്ട്. ഇത് പൂർണ്ണമായും അളന്നെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാത്രത്തിൻ്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചത്. എന്തൊക്കെയാണ്? 12 ലിറ്റർ, 16 ലിറ്റർ, 20 ലിറ്റർ പാലുണ്ട്. ഇത് പൂർണ്ണമായും അളന്നെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാത്രത്തിൻ്റെ പാത്രമാണ്. പാത്രത്തിൻ്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും വലിയ, ഇവിടുത്തെ വാക്ക് ഏതാ? ഏറ്റവും വലിയ. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ഏറ്റവും ചെറിയ സംഖ്യ. ഗുണിക്കാൻ എല്ലാം കൂടി കൂട്ടാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ? ഏറ്റവും വലിയ പാത്രത്തിൻ്റെ അളവ്. വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCF ആണ് അവിടെ കാണേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഉസാഗയാണ് കാണേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഉസാഗയാണ് അല്ലെങ്കിൽ HCF ആണ് കാണേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായല്ലോ? ഇത് മനസ്സിലായോ? എന്താ ഞാൻ പറഞ്ഞത്? ഏറ്റവും വലിയ പാത്രത്തിൻ്റെ അളവ് എന്ന് ചോദിച്ചാൽ അവിടെ എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഉസാഗ അല്ലെങ്കിൽ HCF ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കറിയാം, ഉസാഗ കാണാൻ അറിയാം. 12 ലിറ്റർ, 16 ലിറ്റർ, 20 ലിറ്റർ അല്ലേ? ഉസാഗ കാണാൻ എന്ത് ചെയ്യുന്നു? ചെയ്യാൻ പോവുകയാണ്. എത്ര കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനെ? 2 കൊണ്ട് ചെയ്യാം അല്ലേ? 2 കൊണ്ട് ചെയ്താൽ 6, 8, 10. ഇനി എന്ത് ചെയ്യാം? ഇനി ഒരു 2 കൂടി ചെയ്യാം. 2 കൊണ്ട് ചെയ്താൽ എത്രയാണ്? 3, 4, 5. ഇനി ചെയ്യാൻ പറ്റുമോ? ഇനി ചെയ്യാനില്ല. ഇനി 3 ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ ഉസാഗയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇത് 3 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. നമുക്ക് എന്ത് മതി? ഈ 2 മാത്രം മതി. കാരണം എല്ലാത്തിനും ചെയ്യാൻ കഴിയണം. ഇവിടെ ഉള്ളത് മാത്രമാണ് എന്ത്? എപ്പോഴും ഉസാഗയാവുക. ഈ ഭാഗത്തുള്ളത് കൂട്ടേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്തുള്ളത് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെന്താവും? ഗുണിച്ചാൽ എന്താവും? അത് LCM ആവും. L ഷേപ്പിൽ ഗുണിച്ചാൽ അത് LCM ആവും. പക്ഷെ നമുക്ക് എന്ത് മതി? ഈ ഭാഗം മാത്രം മതി. ഈ ഭാഗത്തുള്ളത് ഏതാ? 2 ഗുണിക്കണം 2. എത്ര ഉത്തരം? 4. എന്താ ഉത്തരം? 4. അതായത് ഏറ്റവും വലിയ പാത്രത്തിൻ്റെ അളവ് എന്താണ്? 4 ലിറ്റർ ആയിരിക്കും. മനസ്സിലായല്ലോ? ഈ പ്രോബ്ലത്തിൻ്റെ ഒരു ഷോർട്ട് കട്ടിൽ എങ്ങനെ ഇത് HCF കാണാമെന്നുള്ളതും കൂടി നമുക്കൊന്ന് പറഞ്ഞു വെക്കാം കേട്ടോ. നമുക്ക് HCF കാണാനുള്ള ഒരു ഷോർട്ട് കട്ടും കൂടി ഞാൻ പറയാം. നമുക്ക് തന്നിട്ടുള്ള ഏതൊക്കെയാണ്? 12, 16, 20 എന്നുള്ള സംഖ്യകളല്ലേ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഈ സംഖ്യകളുടെ HCF അല്ലെങ്കിൽ ഉസാഗ കാണാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ട്? ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഷോർട്സിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഏറ്റവും വലിയ സംഖ്യകളില്ലേ, ഏറ്റവും വലിയ 2 സംഖ്യകൾ നോക്കുക. ഇതിൽ കൂട്ടത്തിൽ ഏറ്റവും വലിയ 2 സംഖ്യകൾ ഏതാ? 16, 20 അല്ലേ? 16, 20 അല്ലേ കൂട്ടത്തിൽ വലിയ സംഖ്യ? അവയുടെ വ്യത്യാസം എടുക്കുക. അവയുടെ വ്യത്യാസം എത്രയാ? 4.
അവിടെ വ്യത്യാസം 4. ഒന്നുകിൽ അതായിരിക്കും HCF, ഒന്നുകിൽ അതായിരിക്കും HCF, അല്ലെങ്കിൽ ആ സംഖ്യയെ നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യയായിരിക്കും. ഒന്നുകിൽ അതായിരിക്കും HCF അല്ലെങ്കിൽ ഉസാഗ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സംഖ്യയെ നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യയായിരിക്കും. അതായത് 4 നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ ആയിരിക്കും എന്ത് HCF എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അല്ലാതെ എന്ത് പറ്റില്ല, 8 ഒന്നും പറ്റില്ല. നമുക്ക് 8നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും, പക്ഷേ 4നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. 8നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും, 4നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഡയറക്റ്റ് ആയിട്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? ഇല്ല. പറ്റുമോ? ഇല്ല. ശിഷ്ടം എന്ത് വരില്ല? 0 വരില്ല അല്ലേ? അപ്പോൾ നമുക്ക് അത് പറ്റില്ല, അത് മനസ്സിലാക്കണം. ഇതിലെന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞത്? ഇത് മാത്രം നോക്കുക. എന്താണ് HCF കാണാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലെ വലിയ 2 സംഖ്യകൾ എടുക്കുക. അപ്പോൾ ഇതിൽ വലുത് 16ഉം 20ഉം ആണ്. അവയുടെ വ്യത്യാസം കാണുക. കൂടുതൽ കേസുകളിലും എന്തായിരിക്കും? ഈ വ്യത്യാസം തന്നെ ആയിരിക്കും എന്ത് ഉസാഗയായിട്ട് ഉള്ളത്. പക്ഷേ ചില കേസുകളിൽ എന്തായിരിക്കും? ഓപ്ഷനിൽ നിന്ന് എടുത്ത് നോക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്നിട്ട് ഓപ്ഷൻ എടുത്ത് നോക്കുക. ഈ 4നെ ഈ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും, ഈ 4നെ ഈ ഫസ്റ്റ് ഓപ്ഷൻ കൊണ്ട് ഹരിക്കാൻ പറ്റും, അതുപോലെ ഈ സെക്കൻഡ് ഓപ്ഷൻ കൊണ്ട് ഹരിക്കാൻ പറ്റും, ഈ ഓപ്ഷൻ കൊണ്ട് ഹരിക്കാൻ പറ്റും, ഇതുകൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ഈ 4 ഇവിടെ ആയിരിക്കും കിടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. HCF കണ്ടുപിടിക്കാൻ പറ്റും. അതിനൊരു ഷോർട്ട്സ് ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഈ ചോദ്യം ഇടാൻ കാരണം എന്താ വിചാരിച്ചാൽ നമുക്ക് LGSന്റെ സ്റ്റേജ് 1 ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്ത് ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരം 10 സെക്കൻഡിൽ ഓടി പൂർത്തിയാക്കിയ ആൾ ശരാശരി എത്ര വേഗതയിലാണ് ഓടിയത് എന്നുള്ളൊരു ചോദ്യം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ അതിലെന്ത് ചെയ്യണം? അതിൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മീറ്ററിലും സെക്കൻഡിലും തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതിയായിരുന്നു? ദൂരം ബൈ സമയം ചെയ്താൽ മതിയായിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ ചോദ്യത്തിലൊരു വ്യത്യാസമുണ്ട്. എന്താ? 1 മണിക്കൂറിൽ 72 കിലോമീറ്റർ ഓടുന്ന ഒരു തീവണ്ടിയുടെ വേഗത, 1 മണിക്കൂറിൽ 72 കിലോമീറ്റർ ഓടുന്ന ഒരു തീവണ്ടിയുടെ വേഗത സെക്കൻഡ്സിൽ എത്രയാണെന്നാണ് ചോദിച്ചത് അല്ലേ? ഇത് മണിക്കൂറിലാണ്, അതായത് കിലോമീറ്റർ പെർ അവറിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. എത്രയാണ്? 72. ഇതിനെന്തൊക്കെ മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അതാണ് ചോദ്യം അല്ലേ? അപ്പോൾ നമുക്ക് എന്തറിയാം? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം. എന്താ ചെയ്യേണ്ടത്? 72ന് എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അറിയാലോ? അതറിയാം. എത്ര വെട്ടിയാൽ കിട്ടുക? ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 18ൻ്റെ ഗുണിതം നിങ്ങൾ പഠിച്ചോ? 18ൻ്റെ ഒരു 5 ഗുണിതെങ്കിലും നിങ്ങൾ പഠിച്ചോ? 90 വരെയെങ്കിലും, അല്ലെങ്കിൽ 6 ഗുണിതെങ്കിലും 108 വരെയെങ്കിലും നിങ്ങൾ പഠിക്കണം കേട്ടോ. 18ൻ്റെ ഇരട്ടി എത്ര? 36. 36ൻ്റെ ഇരട്ടി എത്ര? 72. അപ്പോൾ വെട്ടാൻ പറ്റും പെട്ടെന്ന് അല്ലേ? 18 × 4 എന്ത്? 72. അപ്പോൾ 4 × 5 എത്ര? 20 മീറ്റർ പെർ സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡ്. ഏതാ ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എന്താ പറഞ്ഞത്? കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവർ എത്ര? 72. അതിനെന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഗുണിക്കണം. 5/18 കൊണ്ട് ഗുണിക്കണം. ഇവിടെ നിൽക്കട്ടെ. ഇതെന്താണ്? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളെ ചോദ്യം 10 മീറ്റർ പെർ സെക്കൻഡിനെ എന്താണ്? 10 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ, അതായത് 1 സെക്കൻഡിൽ 10 മീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടിയുടെ വേഗത മണിക്കൂറിൽ എത്ര എന്നുള്ള രീതിയിൽ ആ ചോദ്യം വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ്? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യുന്നു? 5/18 കൊണ്ട് ഗുണിക്കുന്നു. അപ്പം നേരെ തിരിച്ചിട്ട് ഗുണിക്കാം. എന്ത് ചെയ്യാം? 10നെ ഗുണിക്കണം. നേരെ തിരിച്ചിട്ടാൽ എന്താ? 5/18 18/5 കൊണ്ട് ഗുണിക്കണം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ എന്ത് ചെയ്യണം? 18/5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ വെട്ടിച്ചെറുതാക്കി എത്ര? 2 × 18 36 കിലോമീറ്റർ പെർ അവർ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാമല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ബോർഡ് മാസ് എന്നുള്ളൊരു ചോദ്യമാണ്. 36 കൂട്ടണം 8 ഹരിക്കണം 4 കുറയ്ക്കണം 12 ഗുണിക്കണം 4. എന്തായിരുന്നു? ബോർഡ് മാസമാണ് അല്ലേ? നമ്മളപ്പോൾ എന്താണ് ബോർഡ് മാസം എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കും എപ്പോഴും ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ. എന്നിട്ട് എന്താണ്? 36 കൂട്ടണം 8 ഹരിക്കണം 4 കുറയ്ക്കണം 12 ഗുണിക്കണം 4 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ബ്രാക്കറ്റും ഓഫൊന്നുമില്ല. അപ്പോൾ അത് രണ്ടും ഒഴിവായി. അപ്പോൾ ഇനി ഡി ആണ്. ഡി എന്താ? ഹരണല്ലേ? ഹരണം ഇവിടെ ഹരണം ഉണ്ട്. അപ്പോൾ അത് ചെയ്യുക. അതേമാതിരി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ഗുണനം ഉണ്ട്. അപ്പോൾ അത് ചെയ്യുക.
എന്നിട്ട് അതിൻ്റെ വാല്യൂസ് ഇട്ടിട്ട് ചെയ്യുക. ഇതിൻ്റെ ഉത്തരങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളിത് പഠിച്ചിട്ടുണ്ടായിരിക്കണം. എന്തായാലും ഇത് നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു മാർക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ഇത് ചെയ്തു നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഈ പ്രോബ്ലം നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 450 മീറ്റർ നീളമുള്ള ഒരു തുരങ്കം മറികടക്കാൻ എത്ര സമയമെടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇതിൽ തന്നിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്. വേഗത തന്നിട്ടുണ്ട്, നീളം തന്നിട്ടുണ്ട്, ട്രെയിനിൻ്റെ തുരങ്കത്തിൻ്റെ നീളം തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്, സമയമാണ് വേണ്ടത് അല്ലേ. സമയം കാണാനുള്ള ഇക്വേഷൻ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ട്രയാങ്കിൾ വരച്ച് പഠിച്ചിട്ടുണ്ട്, അത് കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. എങ്ങനെയായിരുന്നു, DST. എന്താണ് നമുക്ക് വേണ്ടത്, ടൈമാണ് വേണ്ടത്, സമയമാണ് നമുക്ക് വേണ്ടത്, ടൈമാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ടൈം T സമം D അല്ലേ ഇവിടെ മേലുള്ളത് D ആണ്, അത് മേലെ എഴുതി. ഇനി എന്താ ഇവിടെ ഒരു ബൈ ഇല്ലേ, ആ ബൈ എഴുതി. താഴെ എന്താണ് S ഉണ്ട്, ആ S എഴുതി. എന്താണ് D, ദൂരം. S എന്താ, സ്പീഡ്, വേഗത. കിട്ടിയല്ലോ. അപ്പോൾ എന്താണ് മേലെന്താ വേണ്ടത്, ദൂരം. താഴെ എന്താ വേണ്ടത്, വേഗത. മനസ്സിലായല്ലോ, എഴുതി. ഇനി എന്ത് ചെയ്യുക, ദൂരം എത്രയാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്, 2 ദൂരങ്ങൾ തരികയാണെന്നുണ്ടെങ്കിൽ ആ ദൂരങ്ങൾ കൂട്ടണം. ഇവിടെ എന്താ പറഞ്ഞത്, 150 മീറ്റർ ഉള്ള ഒരു ട്രെയിൻ ഉണ്ട്, അതേമാതിരി 450 മീറ്റർ ഉള്ള ഒരു തുരങ്കമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അത് രണ്ടും കൂട്ടണം വേണ്ടേ. അപ്പോൾ 150 കൂട്ടണം 450 ഡിവൈഡഡ് ബൈ വേഗത എത്രയാ, 54 km/h. എന്താ പറഞ്ഞത്, km/h തന്നിട്ടുള്ളത്. എന്താ പ്രശ്നം, അത് പറ്റുമോ ചെയ്യാൻ? ഇല്ല, നമുക്കിവിടെ സെക്കൻഡിലാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അതേമാതിരി ദൂരം എന്താണ്, മീറ്ററിലാണ്. അപ്പോൾ km/h നമുക്ക് എന്തിക്ക് മാറ്റണം, m/s മാറ്റണം. മനസ്സിലായല്ലോ, m/s മാറ്റിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. m/s മാറ്റാൻ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, എന്ത് ചെയ്യണം, 5/18 കൊണ്ട് ഗുണിക്കണം. അറിയാലോ. ഇനി ഇത് വെട്ടി ചെറുതാക്കാലോ. 18 54 വെട്ടിയാലോ എത്രയാ, പഠിക്കണം പറഞ്ഞാണ് ഞാൻ, 3 കേട്ടോ. അപ്പോൾ നോക്കുക, 150ഉം 450ഉം കൂട്ടിയാൽ എത്രയാ, 500ഉം 100ഉം 600. ഇനി ഡിവൈഡഡ് ബൈ 3 × 5 15. കിട്ടിയല്ലോ, ഉത്തരത്തേക്ക് എത്തിയല്ലോ നമ്മൾ. ഇനി എന്ത് ചെയ്യുക, 15നെ 600നെ 15 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. എത്രയാ, 60ൽ എത്ര 15 ഉണ്ട്, 4 അല്ലേ. അപ്പോൾ ഇത് എത്രയായി, 40. എന്താണ് ഉത്തരം, 40 സെക്കൻഡ്. ഉത്തരം എന്താണ്, 40 സെക്കൻഡ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, ഒരു വരിയിൽ അജയൻ്റെ സ്ഥാനം ഇടത്തുനിന്ന് 14, വലത്തുനിന്ന് 17. ഇടത്തുനിന്ന് 14, വലത്തുനിന്ന് 17. ഓക്കെ ആണല്ലോ. എന്താ ചെയ്യേണ്ടത്, നമ്മൾ കുറേ ആയി തന്നെ ഈ പ്രോബ്ലം ചെയ്യുന്നുണ്ട്. ഇതെന്താ വിചാരിച്ച്, ഇത് വരും, ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും വരും. അതുകൊണ്ടാണ് ഇത് പിന്നെയും പറയുന്നത്. എല്ലാ പ്രോബ്ലത്തിലും എല്ലാ ക്ലാസ്സുകളിലും ഉൾപ്പെടുത്താനുള്ള കാരണം അതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, 14നെ 17ആയിട്ട് കൂട്ടുക അല്ലേ. എത്ര കൂട്ടിയാൽ കിട്ടുക, 21 ശിഷ്ടം 1 എത്രയാ, 31. മതിയോ, പോരാ. എന്ത് ചെയ്യണം, ഇത് ചെയ്തിട്ട് എന്ത് ചെയ്യണം, -1 ഒരു 1 കുറയ്ക്കണം അല്ലേ. 30 ഒരു 1 കുറയ്ക്കണം വേണ്ടേ. അതായത് ലെഫ്റ്റിൽ നിന്നൊരു വാല്യൂ റൈറ്റിൽ നിന്നൊരു വാല്യൂ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ 2 സംഖ്യകളെ കൂട്ടിയതിന് ശേഷം അതിൽ നിന്ന് 1 കുറയ്ക്കണം. നമ്മൾ പഠിച്ചതാണ് അല്ലേ. നമ്മുടെ ഉത്തരം എത്രയാണ്, 30. ആ വരിയിലാകെയുള്ളത് 30 പേരാണുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, 3/4 എത്ര കൂട്ടിയാൽ 13/8 കിട്ടുമെന്നാണ് ചോദിച്ചത്. അതായത് 3/4 കൂട്ടണം ഏതോ ഒരു സംഖ്യ, ഭിന്നസംഖ്യ ആയിരിക്കും, സമം 13/8. ഇതായിരുന്നു ചോദ്യം അല്ലേ. ഇത് ചോദ്യം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമ്മളെന്താണ്, ഒരു സംഖ്യയോട് ഏതോ കൂട്ടിക്കഴിഞ്ഞാൽ വേറൊരു സംഖ്യ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന സംഖ്യ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഈ സംഖ്യ കുറച്ചാൽ മതിയാവും. 13/8 എന്ത് ചെയ്താൽ മതി, ഈ 3/4 അങ്ങോട്ട് കുറച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഇത് എങ്ങനെ ചെയ്യും നമ്മൾ, നമുക്ക് 2 മെത്തേഡ് ഉണ്ട്, LCM മെത്തേഡും ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. നമുക്ക് LCM മെത്തേഡാണ് ഈസി അല്ലേ, അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണോ, 2 ആയതുകൊണ്ട് നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അത് ചെയ്ത് നോക്കിയാലോ നമുക്ക്. നമ്മൾ അതിൽ ചെയ്തിട്ടില്ല അധികം അല്ലേ. ഒരു ഭിന്നസംഖ്യ, 2 ഭിന്നസംഖ്യകൾ മാത്രം തരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, സിമ്പിളായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യാലോ. നോക്കുക, എന്ത് ചെയ്യും നമ്മൾ ആദ്യം, ഈ താഴെ 2 അതേമാതിരിയായിട്ട് ഗുണിക്കാം. 8 ഗുണിക്കണം 4, 2 സംഖ്യകൾ മാത്രമാണെങ്കിലാണ് ഓക്കെ.
ഇനി എന്ത് ചെയ്യുക, ഈ മേലെ ഈ സാധനം ഉണ്ടല്ലോ, ഈ 4നെ ഈ 13 ഗുണിക്കുക, ക്രോസ് ചെയ്തിട്ട് ഗുണിക്കുക. 4നെ 13 അതായത് 13 ഗുണിക്കണം 4. മനസ്സിലായല്ലോ? ഈ 4നെ 13 ഗുണിച്ചു. ഇവിടെ ഏതാ സൈൻ, ഏതാ മൈനസ് അല്ലേ, ആ മൈനസ് അങ്ങോട്ട് ഇടുക. ഓക്കെ ആണല്ലോ? ഇനി ഈ 8നെ എന്ത് ചെയ്യുക, ഈ 3 ഗുണിക്കുക. 8നെ 3 ഗുണിക്കുക. അപ്പം 3 ഗുണിക്കണം 8 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? ഇത് എഴുതിയ മനസ്സിലായോ? എന്താ എഴുതിയത്? ഒരാളും കൂടി പറയാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 13/8 നിന്ന് 3/4 കുറയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം എന്ത് ചെയ്യും, താഴെ ഗുണിക്കും അല്ലേ, ഛേദങ്ങൾ രണ്ടുപേരും നേരെ ഗുണിക്കുക. 8 ഗുണിക്കണം 4. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യുക, ഇവിടെ ക്രോസ് ചെയ്യുക. 13നെ 4 കൊണ്ട് ഗുണിക്കുക. 13 ഗുണിക്കണം 4 കുറയ്ക്കണം. ഇനി എന്ത് ചെയ്യുക, 8നെ 3 കൊണ്ട് ഗുണിക്കുക. 8 ഗുണിക്കണം 3. ഓക്കെ ആണല്ലോ? ഇനി അപ്പോൾ ഇത് ചെയ്താൽ എത്ര വരിക, 13 × 4 പറഞ്ഞാൽ 13ൻ്റെ ഇരട്ടി 26, 26ൻ്റെ ഇരട്ടി 52. ഓക്കെ, 13 × 4 നിങ്ങൾ തന്നെ ചെയ്തോ കേട്ടോ. അടുത്ത് 3 8 24 ഡിവൈഡഡ് ബൈ 4 32. ഓക്കെ ആണല്ലോ? ഇനി ഇത് ചെറുതാക്കിയാൽ എത്ര വരിക, 52 24 പോയാൽ എത്ര വരിക, 52 24 പോയാൽ 28 വരും അല്ലേ. 28/32, 28/32. ഇനി ഇതിനെ വെട്ടി ചെറുതാക്കാലോ. വെട്ടി ചെറുതാക്കിയാൽ എത്രയാ, ഏതുകൊണ്ടാണ് വെട്ടാൻ പറ്റുക, 4 കൊണ്ട് വെട്ടിക്കൂടെ, വെട്ടാം അല്ലേ. 7 4 28, 4 32. എന്താണ് ഉത്തരം വന്നത്, 7/8. ഏതാ ഉത്തരം, ഓപ്ഷൻ ബി 7/8. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കിയാലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, നമുക്ക് സാധാരണ LCM മെത്തേഡ് കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ വേറൊരു കാര്യം പറയാം, തുല്യഭിന്നങ്ങളാക്കിയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്, അതൊന്ന് പറയാം. തുല്യഭിന്നങ്ങളാക്കിയിട്ടുള്ള മെത്തേഡ് പറയാം, അതായിരിക്കും സുഖം. ചോദ്യം എന്തായിരുന്നു, 13/8 കുറയ്ക്കണം 3/4. ഞാൻ പറഞ്ഞിട്ടുണ്ട് LCM മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെന്താണ്, തുല്യഭിന്നങ്ങളാക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഛേദം തുല്യമാക്കുകയാണ് അത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ചോദ്യത്തിൽ നോക്കുക, 13/8 അതുപോലെ തന്നെ എഴുതുക. അത് വലിയ ഛേദമാണല്ലോ. നമുക്ക് ഈ 4നെ 8 ആക്കാൻ പറ്റുമോ നോക്കുക. ഈ 4നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാലോ ഹരിച്ചാലോ 8 ആക്കാൻ പറ്റുമോ നോക്കുക. പറ്റുമോ, സോറി, ഗുണിച്ചാൽ 8 ആക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. ഇപ്പോൾ ഗുണിച്ചാൽ 8 ആക്കാൻ പറ്റുമോ നോക്കുക. പറ്റുമോ, പറ്റില്ലേ? നിങ്ങളത് നോക്ക്. 4നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ, ഈ മൈനസ് അവിടെ അതേമാതിരി എഴുതി. ഇനി 4നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 8 ആക്കുക, 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 8 ആക്കാൻ പറ്റില്ലേ. ഈ 2നെ മേലെ ഗുണിച്ചാൽ മതി, 3നെ 2 കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ ഇതെന്താണ്, ഈ 3/4 തുല്യമായ ഭിന്നമാണ് ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത്. തുല്യ ഭിന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 തുല്യമായ ഭിന്നം എന്ന് എഴുതാൻ പറഞ്ഞാൽ 3 × 2, അതേമാതിരി താഴെ 4 × 2. അല്ലെങ്കിൽ എന്താണ്, ഇത് സമം എന്താണ്, 3 × 3 ഡിവൈഡഡ് ബൈ 4 × 3. ഇതൊക്കെ തുല്യമാണ്. അതായത് ഒരു മേലെയും താഴെയും, അതായത് അംശത്തിനെയും ഛേദത്തിനെയും ഒരേ സംഖ്യ കൊണ്ട് തന്നെയാണ് ഗുണിക്കുന്നത് വെച്ചാൽ അതിനെ തുല്യ ഭിന്നങ്ങൾ എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടുക, 13/8 കുറയ്ക്കണം 6/8. നോക്ക്, 13/8 കുറയ്ക്കണം 6/8. ഇനി ഇത് ചെയ്താൽ പോരെ. നമുക്കറിയാം എന്താണ്, ഛേദങ്ങൾ തുല്യമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഛേദം അതുപോലെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, അംശങ്ങൾ നേരെ കുറച്ചാൽ മതി. 13 - 6 ചെയ്താൽ എത്ര കിട്ടുക, 7/8. സിമ്പിളായിട്ട് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ എന്തറിയണം, ഇത് എന്താണ്, ഈ 4 നമുക്ക് 8 ആക്കാൻ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയണം. മനസ്സിലായോ? വേറൊരു എക്സാമ്പിളും കൂടി ഇതിൽ ഞാൻ പറയാം. നോക്കുക, 12/21 കുറയ്ക്കണം 3/7 എന്നാണ് നമ്മളെ ചോദ്യം എന്ന് വിചാരിക്കുക. എന്താണ്, 12/21 കുറയ്ക്കണം 3/7. ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി 7നെ 21 ആക്കാൻ പറ്റുമോ നമ്മൾ ആദ്യം നോക്കി. പറ്റും അല്ലേ. എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി, 3 കൊണ്ട് ഗുണിച്ചാൽ മതി. എന്താണ്, 3 കൊണ്ട് ഗുണിച്ചാൽ 7നെ 21 ആക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ 12/21 അതേപോലെ എഴുതുക. കുറയ്ക്കണം എന്ത് ചെയ്യുക, 7നെ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്, 3 കൊണ്ടല്ലേ ഗുണിക്കേണ്ടത്. 7നെ 3 കൊണ്ട് ഗുണിച്ചാൽ എന്താക്കാൻ പറ്റും, 21 ആക്കാൻ പറ്റും. അപ്പോൾ മേലെ എന്ത് ചെയ്യണം, താഴെ ഗുണിച്ചാൽ പോരാ, മേലെയും ഗുണിക്കണം. മേലെ എന്ത് ചെയ്യണം, 3നെ 3 കൊണ്ട് ഗുണിക്കണം. 7നെ 3 കൊണ്ട് ഗുണിച്ച് 21 ആക്കാമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായി, 12/21 കുറയ്ക്കണം 3 × 3 9, 9/21. ഇനി എന്ത് ചെയ്താൽ മതി, 12 എന്ന് 9 കുറയ്ക്കുക. നേരെ 21 താഴെ 21, 12ൽ നിന്ന് എന്ത് ചെയ്യുക, 9 കുറച്ചാൽ മതി. എത്ര കിട്ടുക, 3/21. ഇനി ഇത് വെട്ടിച്ചെറുതാക്കാമല്ലോ. വെട്ടിച്ചെറുതാക്കിയാൽ ഇവിടെ 1, ഇവിടെ 7, 1/7 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്, ഇത് നിങ്ങൾക്ക് ഈ സമയത്ത് പഠിക്കാൻ പറ്റില്ല. അതായത് ഈ മെത്തേഡാണ് ഏറ്റവും ഈസി. പക്ഷേ എന്താണ്, നമുക്കിപ്പോൾ എക്സാം തൊട്ടടുത്ത് എത്തിയതുകൊണ്ട്
നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ LCM മെത്തേഡ്, സാധാരണ LCM മെത്തേഡ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടോ നിങ്ങൾ ചെയ്താൽ മതി, ഉത്തരം നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം നോക്കുക. 135ൻ്റെ വർഗ്ഗം 18,225, അതായത് 135ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 18,225 അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 0.135ൻ്റെ സ്ക്വയർ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 0.135ൻ്റെ സ്ക്വയർ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.135 എന്ന് പറഞ്ഞാൽ എന്താണ്, 135/1000 അല്ലേ. 0.135 3 സ്ഥാനം മാറ്റിയിട്ടാൽ സ്ക്വയർ. ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും, 135ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 18,225 എഴുതി ഡിവൈഡഡ് ബൈ എത്രയാണ്, 1000ൻ്റെ സ്ക്വയർ എത്രയാണ്, എത്ര പൂജ്യം ഉണ്ടാവും, 6 പൂജ്യം ഉണ്ടാവും. 1 2 3 4 5 6 പൂജ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 6 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇടണം. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാം. അപ്പോൾ എന്താണ്, 18,225 1 2 3 4 5 6 സ്ഥാനം മാറ്റി പോയിന്റ് ഇടാൻ ഇവിടെ ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുക്കും. ഇതിങ്ങനെയായിരിക്കും നമ്മൾ നോർമലി എന്ത് ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇത് ഉപയോഗിച്ചിട്ടല്ല. ഇനിയുള്ള കേസുകളിലൊന്നും ഇത് ഉപയോഗിക്കുകയും വേണ്ട കേട്ടോ. നമ്മൾ ആകെ ഡയറക്റ്റായിട്ട് ഉത്തരം എഴുതും. നമ്മൾ എന്ത് എഴുതി, 0.135ൻ്റെ സ്ക്വയർ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 135ൻ്റെ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തന്ന സംഖ്യ നമ്മൾ അതേമാതിരി എടുത്തെഴുതി. ഇതെന്താണ്, പോയിന്റ് ഇല്ലാത്ത സംഖ്യയുടെ സ്ക്വയർ നമ്മൾ അതേമാതിരി എടുത്തെഴുതി. ഇനി ഇവിടെ നോക്കുക, നമുക്ക് എത്ര സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടേക്കണേ, 1 2 3 സ്ഥാനം മാറ്റിയിട്ടല്ലേ പോയിന്റ് ഇട്ടത്. അപ്പോൾ സ്ക്വയർ ആണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുക്കണം. എത്ര, ഇരട്ടി എടുക്കണം. എത്ര ഇരട്ടി എന്ന് പറഞ്ഞാൽ 3ൻ്റെ ഇരട്ടി എത്രയാ, 6. അപ്പോൾ നമ്മൾ എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം, 6 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇടണം. 1 2 3 4 5 6. ആറാമത് സ്ഥാനത്ത് ആളുണ്ടോ, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ എന്തിടും, ഒരു പൂജ്യം കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, പോയിന്റ് ചെയ്യുക. മനസ്സിലായല്ലോ. നമ്മൾ എഴുതിയത് എങ്ങനെയാണ്, ആദ്യം നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് എഴുതി, ആ സംഖ്യ തന്നിട്ടുള്ള പൂർണ്ണസംഖ്യ ഏതാണ് അത് അതേമാതിരി എഴുതി. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്കിവിടെ 3 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടത്. അപ്പോൾ നമ്മളിവിടെ എത്ര സ്ഥാനം മാറ്റിയിടണം, സ്ക്വയർ ആയതുകൊണ്ട് 6 സ്ഥാനം മാറ്റിയിടണം. അപ്പോൾ നമ്മൾ നോക്കി 1 2 3 4 5 6 സ്ഥാനം മാറ്റിയിടണ്ടേ. ആറാമത്തെ സ്ഥാനത്ത് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഒരു പൂജ്യം ഇട്ടു, ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ 7ാമത്തെ സ്ഥാനത്ത് ഒന്നുമില്ലെങ്കിൽ 7 സ്ഥാനം മാറ്റിയിട്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 7ാമത്തെ സ്ഥാനത്ത് ഒരു പൂജ്യം ഇട്ട് കൊടുത്താൽ ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കുക. 225 169 121 അടുത്ത സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. 225 169 ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, അത് സ്ക്വയേഴ്സ് ആണ് അല്ലേ. ഈ 15ൻ്റെ സ്ക്വയർ ആണെന്ത്, 225 എന്താണ്. അപ്പോൾ 13ൻ്റെ സ്ക്വയർ ആണെന്ത്, 169. ഇനി അടുത്ത് നോക്കൂ, 121 എന്തിൻ്റെ സ്ക്വയറാണ്, 11ൻ്റെ സ്ക്വയർ ആണെന്ത്, 121. ഇവിടെ എന്താ ഉണ്ടായത്, 15 13 11. ഇനി അടുത്ത എന്തായിരിക്കും, ഒറ്റ സംഖ്യകൾ ഇങ്ങനെ കുറഞ്ഞു പോകണല്ലേ. അപ്പോൾ ഒറ്റ സംഖ്യ അടുത്തത് ഏതാ, 9ൻ്റെ സ്ക്വയർ. 9ൻ്റെ സ്ക്വയർ എത്രയാ, 81. ഏതാണ് ഉത്തരം, ഓപ്ഷൻ ബി 81. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, ആദ്യത്തെ 101 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദിച്ചത്. എന്താ പറഞ്ഞത്, ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാനാണ്. നമുക്കറിയാം എന്താണ്, ഒറ്റ സംഖ്യയുടെ ശരാശരി കാണാൻ എന്താ ചെയ്യേണ്ടത്, ഒറ്റ സംഖ്യയുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി അത് കാണാനുള്ള ഒരു ഇക്വേഷനൊക്കെ ഉണ്ട് അല്ലേ. എന്താണ് ഒറ്റ സംഖ്യയുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ, n ഒറ്റ സംഖ്യകളാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം, n തന്നെ ആയിരിക്കും. എന്താണ്, n തന്നെ ആയിരിക്കും. n എന്താ ഇവിടെ 101 ആദ്യത്തെ 101 ഒറ്റ സംഖ്യയുടെ ശരാശരി. അപ്പോൾ എന്തായിരിക്കും, 101 തന്നെ ആയിരിക്കും. അറിയാലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്തായിരിക്കും, ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്തായിരിക്കും, n+1. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്, ഇപ്പോൾ 101 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, 102 ആയിരിക്കും അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ഇക്വേഷൻ പഠിക്കുന്നുണ്ടല്ലോ. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം തന്നാൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും, n ആയിരിക്കും. n ഇരട്ട സംഖ്യകളുടെ ശരാശരി, അതായത് ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 100+1 101. ഇനി അടുത്ത് നോക്കാം, എന്താണ് എണ്ണൽ സംഖ്യകൾ. വേണ്ടേ, എണ്ണൽ സംഖ്യകൾ നോക്കണ്ടേ. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെഴുതും, n+1/2. എന്താണ് n+1/2.
1/2. നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, n×n+1/2 എന്ത് തുക, എന്തിൻ്റെ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്, n×n+1/2. നമുക്ക് എന്താണ് വേണ്ടത്, ഇന്ന് വേണ്ടത് എന്തായിരുന്നു, ശരാശരി ആയിരുന്നു. അത് പഠിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ n അങ്ങോട്ട് കളഞ്ഞാൽ മതി. അതായത് n×n+1/2 എന്ത് ഒരു n ഹരിച്ചാൽ പോരെ, അതായത് എണ്ണം ഹരിക്കുന്നതല്ലേ ശരാശരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് പകരം എന്ത് ചെയ്തു, ഈ n അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ ഉത്തരം, n+1/2. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ n+1/2 വന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിന്ന് ഒന്ന് പറഞ്ഞു പഠിച്ചോ. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി സമം n+1/2. അടുത്തത് നോക്കുക, ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി സമം n+1. എന്ത് ചെയ്തു, ആ /2 പോയി, അത്രേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കുക, ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ വെറും n. ഓക്കെ ആണല്ലോ. ഈ ഇക്വേഷൻ എങ്ങനെ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ആദ്യം എണ്ണൽ സംഖ്യകളുടെ ശരാശരി മാത്രം പഠിക്കുക, എണ്ണൽ സംഖ്യകളുടെ ശരാശരി മാത്രം പഠിക്കുക. അതിന്ന് എന്ത് ചെയ്താൽ മതി, അതിന്ന് ഈ /2 അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ എന്തായി, ഇരട്ട സംഖ്യകളുടെ ശരാശരിയായി. അതിന്ന് ഈ +1 അങ്ങോട്ട് കളഞ്ഞാൽ എന്തായി, ഒറ്റ സംഖ്യകളുടെ ശരാശരിയായി. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഒരു പ്രത്യേക കോഡിൽ കോഡ് എന്നത് XLWV എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഏത് വാക്കാണ് GVZXSVI എന്ന കോഡിന് സമാനമായത്? ഇത് ഞാനൊന്ന് എഴുതാം. ആദ്യം ABCD ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, നമ്മളൊരു പേപ്പർ കിട്ടുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒന്ന് എഴുതി വെക്കണമായിരുന്നു കേട്ടോ. ABCD ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതി ഇങ്ങനെ പോയിട്ട് M എത്തുമ്പോൾ എന്ത് ചെയ്യുക, നേരെ താഴോട്ട് എഴുതിയിട്ട് തിരിച്ചു എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാലുള്ള മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണ നമുക്ക് എന്ത് എഴുതണ്ട, ABCD എഴുതേണ്ട ആവശ്യമില്ല. ഇത് തന്നെ അത് തീരും കേട്ടോ. അതായത് എന്നിട്ട് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 അങ്ങനെ നമ്പർ കൊടുത്തിട്ട് ഇവിടെ എത്തുമ്പോൾ എന്താണ്, എന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ചിങ്ങനെ നമ്പർ ഇട്ടിട്ട് അങ്ങനെ എഴുതണം കേട്ടോ. മനസ്സിലായല്ലോ. അങ്ങനെയാണ് നമ്മൾ എഴുതി വെക്കേണ്ടത് എപ്പോഴും കേട്ടോ, ABCD എഴുതി വെക്കേണ്ടത്. ഇനി ഇതെങ്ങനെ ചെയ്തത് നോക്കിയാൽ, നോക്കൂ, ഇവിടെ C ആണ് എടുത്തിട്ടുള്ളത് അല്ലേ. സിയുടെ നേരെ ഏതാണ്, X വന്നേക്കുന്നത്. നോക്കൂ ഇവിടെ നോക്കി, സിയുടെ നേരെ ഉള്ളത് എന്താ, X. നോക്കി ഇവിടെ ഓയുടെ നേരെ എന്താ ഉള്ളത്, L വന്നിട്ടുള്ളത്. ഓ എവിടെ, ഓ ഇതാക്കുന്നോ, ഓയുടെ നേരെ ഓപ്പോസിറ്റ് ഏതാ, L. കണ്ടില്ലേ. അതേമാതിരി എന്താണ്, ഡിയുടെ നേരെ ഓപ്പോസിറ്റ് എന്താ, W. ഇത് നോക്കൂ, ഡിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് എന്ത്, W അല്ലേ. ഇനി അതേമാതിരി നോക്കുകയാണ്, ഇയുടെ നേരെ ഓപ്പോസിറ്റ് എന്താ, V. ഈ നോക്കിയപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ, V. അപ്പോൾ ഇതാണ് മെത്തേഡ് അല്ലേ, നേരെ ഓപ്പോസിറ്റ് ഉള്ള എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ഇനി എങ്ങനെ ചെയ്യേണ്ടത്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു, ജി ഏതാ, ജിയുടെ നേരെ ഓപ്പോസിറ്റ് ഏതാ, ജി ഇതാ ഇവിടെ, ജിയുടെ നേരെ ഓപ്പോസിറ്റ് T. നേരെ നോക്കി എഴുതി ടിയിൽ തുടങ്ങുന്ന ഒറ്റ ഒന്നേ ഉള്ളൂ. ഓപ്ഷൻ നോക്കിയപ്പോൾ ടിയിൽ തുടങ്ങുന്ന ഒറ്റ ഒന്നേ ഉള്ളൂ അല്ലേ. എന്നാലും ഞാൻ ബാക്കിയുള്ള കൂടിയും ജസ്റ്റ് ഒന്ന് എഴുതാം. അടുത്ത ഏതാ, വി എവിടെ, വി ഇതാ ഇവിടെ, വിയുടെ നേരെ ഓപ്പോസിറ്റ് എന്താ, ടി വന്നു അല്ലേ. ഇനി അടുത്തത് ഏതാ, സെഡ് എവിടെ, ഇതാ വരിക, സെഡിന് നേരെ ഓപ്പോസിറ്റ് എ. ഇനി അടുത്തത് എക്സ് ഇതാക്കുന്ന, എക്സിൻ്റെ ഓപ്പോസിറ്റ് സി ആണ്. അടുത്തത് എസിൻ്റെ ഓപ്പോസിറ്റ് ഏതാ, എച്ച് ആണ്. അടുത്തത് ഏതാ, വീണ്ടും വിയുടെ നേരെ ഓപ്പോസിറ്റ് ഏതാ, ആണ്. അടുത്തത് ഐയുടെ ഓപ്പോസിറ്റ് എന്താ, ഐൻ്റെ ഓപ്പോസിറ്റ് ആറാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഉത്തരം ടീച്ചർ. നമുക്കത് നേരത്തെ കിട്ടിയില്ലേ. എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ലെറ്റർ കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. ഓപ്ഷനിൽ നിന്ന് എടുത്തപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി. അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം, ഒരു സംഖ്യയുടെ 10 മടങ്ങിനോട് 40 കൂട്ടിയാൽ 100 കിട്ടുമെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. ഞാൻ എക്സ് വെച്ചിട്ടൊന്ന് പറയാം. എന്താണ്, ആദ്യം സംഖ്യ എക്സ് ആണെന്ന് എടുക്കുക. സംഖ്യ എക്സ് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ ആ സംഖ്യയുടെ 10 മടങ്ങിനോട് 40 കൂട്ടിയാൽ, അതായത് 10 ഗുണിക്കണം എക്സ് പ്ലസ് 40 എന്ന് പറയുന്നതാണ് എന്ത്, 100 എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 10x അതിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ഈ 100ൻ്റെ അടുത്തോട്ട് 40നെ കൊണ്ടുപോയാൽ എന്തായി, 10x സമം എന്ത്, 100 40 പോയാൽ 60 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ 60നെ ഈ 10 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഉത്തരം 6 എന്ന് നമുക്ക് കിട്ടും ഇല്ലേ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി ഇങ്ങനെ എക്സ് ഉപയോഗിക്കാൻ നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്ഷൻ എടുത്ത് ചെയ്യാം. നോക്കൂ, ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, 6. ഒരു സംഖ്യയുടെ 10 മടങ്ങിനോട് 40 കൂട്ടിയാൽ എന്നാണ് പറഞ്ഞത്. സംഖ്യ 6 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് എത്രയാണ്,
10 മടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ 6നെ 10 കൊണ്ട് ഗുണിക്കുന്നത് എത്ര? അപ്പോൾ 60. എത്രയാണ്? 60. അതിനോട് എത്ര കൂട്ടേണ്ടത്? 40. 40 കൂട്ടിയാൽ എത്ര കിട്ടുന്നത്? 100 കിട്ടുന്നത്. അതന്നെയല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? ഓപ്ഷൻ എ 6. നമുക്ക് ഓപ്ഷൻ എടുത്ത് ചെയ്താൽ ഇതിൻ്റെയൊക്കെ ഉത്തരം കിട്ടും. വെറുതെ എക്സ് ഇടേണ്ട ആവശ്യമില്ല. ഇച്ചിരി സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിന്നേ ഉള്ളൂ അല്ലേ? എന്നാലും കുഴപ്പമില്ല, നമുക്ക് സമയം ഉണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ GK ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവും. LGS പരീക്ഷ ആയതുകൊണ്ട് ആ സമയമില്ലാത്ത ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ നല്ല സ്പീഡിൽ ചെയ്ത് ശീലിക്കണം. അപ്പോൾ ഇത് സിമ്പിളാണ്. ഇത് ഓപ്ഷൻ എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിൾ കേട്ടോ. എക്സ് ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഓപ്ഷൻ എടുത്ത് ചെയ്യുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ദിശാബോധമാണ് അല്ലേ? ഇതെന്തായാലും നിങ്ങളൊരു മാർക്ക് കളയാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് കേട്ടോ. Q വീട്ടിൽ നിന്നും ഇറങ്ങി 10 കിലോമീറ്റർ. ഞാൻ ഇത് വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ എഴുതാം. നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ അറിയണം? ദിശേനെ പറ്റിയൊരു ബോധം ഉണ്ടാവണം. ആദ്യം മേലെ എന്താണ്? നോർത്താണ്. നോർത്ത് പറഞ്ഞാൽ വടക്ക്, താഴെ സൗത്താണ്. സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്ക്, ഈസ്റ്റ് ഇവിടെ വെസ്റ്റ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്, വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറ്. അപ്പോൾ ഇനി നോക്കുക, Q വീട്ടിൽ നിന്നും ഇറങ്ങി. വീട് ഇപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിൽ Qൻ്റെ വീട് ഇവിടെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? 10 കിലോമീറ്റർ തെക്കോട്ട്. തെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ടാണ് അല്ലേ? അപ്പോൾ 10 കിലോമീറ്റർ താഴോട്ട് പോയി. അപ്പോൾ ഞാൻ എന്ത് എഴുതി? 10 എന്ന് ഇവിടെ എഴുതി വെച്ചു. ഓക്കെ, എങ്ങനെയാണ് വയ്ക്കുക? എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറില്ലേ, അത് നിങ്ങൾ തിരിക്കണം കേട്ടോ. അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കണം. ഇങ്ങനെ ആ സ്ഥലം വെച്ചിട്ട് തിരിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ഡയറക്ഷൻ, അതായത് ഞാനിപ്പോൾ ഈ ഡയറക്ഷൻ വരച്ചില്ലേ, ആ ഡയറക്ഷൻ്റെ ഭാഗം നിങ്ങളുടെ മുന്നിലേക്ക് ആക്കിയിട്ട് എപ്പോഴും പിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇടതും വലതും എന്ത് ചെയ്യില്ല? തെറ്റില്ല കേട്ടോ. എന്നിട്ട് എന്താ പറഞ്ഞത്? വലത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ പോയി എന്നാണ് പറഞ്ഞത്. വലത്തോട്ട് ഇപ്പോൾ ഇവിടുന്ന് വലുത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പിടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വലുത്. അപ്പോൾ ഇതാ എത്രയാണ് പോയത്? 5 കിലോമീറ്ററാണ്. അത് ഞാൻ എഴുതി. ഓക്കെ ആണല്ലോ. ഇനി എന്താ പറഞ്ഞത്? വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്ററും. അപ്പോൾ ഇവിടുന്ന് വലത് പറഞ്ഞു കഴിഞ്ഞാലോ ഇങ്ങോട്ടാ അല്ലേ? ഇവിടുന്ന് എത്രയാണ് പോയത്? 10 കിലോമീറ്റർ തന്നെയാണ് പോയത് അല്ലേ? ഇനി എന്താ പറഞ്ഞത്? യാത്ര ചെയ്ത ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ. ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഇടത് ഇതല്ലേ? ഇവിടെ നിന്ന് എന്ത് ചെയ്തു? 10 കിലോമീറ്റർ കൂടിയും പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്നും എത്ര അകലെയാണെന്ന്, അതായത് ഈ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഈ പോയിൻറ്റും ആ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇത് മൊത്തത്തിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഒരു ചതുരമാണ്. അപ്പോൾ ഈ 5 ഇവിടെയും 10 ഇവിടെ 5 അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെയും 5 ഇത് 10 നമുക്കറിയാം, ഇത് 5 നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 10ഉം 5ഉം 15 കിലോമീറ്റർ. ഉത്തരം എന്താണ്? 15 കിലോമീറ്റർ. അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, കടൽ, കപ്പൽ, മരുഭൂമിയിൽ എന്തായിരിക്കും? കടൽ, കപ്പൽ. മരുഭൂമിയിൽ എന്താണ്? കടലിൽ യാത്ര ചെയ്യാൻ നമ്മൾ കപ്പലാണ് ഉപയോഗിക്കുന്നത്. മരുഭൂമിയിൽ യാത്ര ചെയ്യാൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒട്ടകത്തിനെ. അല്ലെങ്കിൽ മരുഭൂമിയിലെ കപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടകമാണ് അല്ലേ? നമുക്കറിയുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 1/2 കൂട്ടണം 1/4. ഞാനൊന്ന് എടുത്തെഴുതാണ്. 1/2 കൂട്ടണം 1/4. ഇതെന്ത് ചെയ്യാം? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാലോ. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 2ഉം 4ഉം ഗുണിക്കണ്ടേ? 2ഉം 4ഉം ഗുണിച്ചാൽ അത്ര 2 ഗുണിക്കണം 4. ഇനി മേലെ നോക്കുക, ഈ 4നെ 1 കൊണ്ട് ഗുണിക്കുകയാണ് ആദ്യം. 4 ഗുണിക്കണം 1 കൂട്ടണം. ഈ കൂട്ടൽ അതുമാതിരി ഞാനിവിടെ എഴുതി. ഇനി എന്ത് ചെയ്യുക? ഈ 2നെ 1 കൊണ്ട് ഗുണിക്കുക. 2 ഗുണിക്കണം 1. അപ്പോൾ എത്ര കിട്ടുന്നത്? 4 + 2 ÷ 8. എത്ര ചെയ്താൽ കിട്ടുക? 6/8. 6/8. ഇതിനാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെട്ടി ചെറുതാക്കാം. 2 കൊണ്ട് വെട്ടാം അല്ലേ? 2 കൊണ്ട് വെട്ടിയാൽ 3, 4. അതായത് ഉത്തരം 3/4 എന്ന് കിട്ടി. പക്ഷേ ഇതാണോ നമുക്ക് വേണ്ടേ? 3/4 ആണോ നമുക്ക് വേണ്ടേ? അല്ല അല്ലേ? എന്താണ്? ദശാംശ സംഖ്യ ആക്കിയിട്ട് ഇതിനെ നമ്മൾ മാറ്റണമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3/4 അങ്ങോട്ട് ഹരിക്കും. നമുക്കറിയാം ഹരിക്കാൻ. 3നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. ഇവിടെ എന്ത് ചെയ്യണം? പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ചെയ്താൽ എത്രയാ? 7 4 28. അപ്പോൾ 28 എഴുതി. ശിഷ്ടം 2. ഓക്കെ ആണല്ലോ? ഒരു 0 ഇട്ടു. ഇനി എന്ത് ചെയ്യുന്നു? 4 20 20 0. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാ? 0.75. ഉത്തരം ഓപ്ഷൻ ബി 0.75. ഇനി ഇത് നിങ്ങൾ ഇങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? അര എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ എന്താ? അരയല്ലേ 1/2? അര അല്ലെങ്കിൽ 1/2 പകുതി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? 0.5 അല്ലേ? അര 1/2 പകുതി എന്നൊക്കെ പറഞ്ഞാൽ എത്രയാണ്? 0.5 അല്ലേ? 1/2 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ? അതേപോലെ 1/4 എന്ന് പറഞ്ഞാൽ എന്താ?
കാൽ ഭാഗത്തിനാണ് നമ്മൾ 1/4 എന്ന് പറയാം. കാൽ ഭാഗത്തിനാണ് നമ്മൾ എന്താ പറയുക 1/4 എന്ന് പറയാം. അറിയാലോ. അപ്പോൾ ഈ 1/4 കാല് എന്ന് പറഞ്ഞാൽ എത്രയാ? 0.25. ഈ 0.5 0.25 കൂട്ടിയാൽ എത്ര നമുക്ക് കിട്ടുക? 0.75 കിട്ടുക. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കായിരുന്നു. ഇനി അതുമല്ല അരയും കാലും കൂട്ടിയാൽ മുക്കാലാണ് നിങ്ങൾക്ക് അറിയില്ലേ? അരയും കാലും കൂട്ടിയാൽ മുക്കാലാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നമ്മളോട് വെറുതെ കണക്കല്ല, മലയാളത്തിൽ നിങ്ങളോട് ചോദിക്കുക. അരയും കാലും കൂട്ടിയാൽ എത്രയാ? പകുതി കാലും കൂട്ടിയാൽ എത്രയാണ്? മുക്കാൽ ഭാഗമാവൂലേ? ആ മുക്കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3/4. അത് നിങ്ങൾ മനസ്സിലാക്കണം, വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കണം. 3/4 മുക്കാൽ എന്ന് പറഞ്ഞാൽ. 3/4 എത്രയാണ്? 0.75. 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.75. ഇതൊക്കെ നമുക്ക് സാധാരണ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വാല്യൂസാണ് കേട്ടോ. 1/4 എന്ന് പറഞ്ഞാൽ 0.25. 1/2 എന്ന് പറഞ്ഞാൽ 0.5. 3/4 പറഞ്ഞാൽ 0.75. ഇതൊക്കെ നമുക്ക് മനസ്സിൽ തന്നെ ഉണ്ടാവും. നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് മനസ്സിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നിങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അതായത് മാത്സിനെ പേടിയാണ് എന്ന് പറയുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ഇതുമ്മിൽ ഇരുന്ന് ഇങ്ങനെ പ്രോബ്ലംസ് കുറേ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ആ പേടിയുള്ളത്. നിങ്ങൾ എത്രത്തോളം പ്രോബ്ലംസ് നിങ്ങൾ മാത്സിൽ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ ഇതിൽ ഇമ്പ്രൂവ് ആവും, അത്രത്തോളം മികച്ചവരായിട്ട് നിങ്ങൾ മാറുക ചെയ്യുക. കണക്ക് നിങ്ങളെ ഇഷ്ടപ്പെടും, കണക്ക് നിങ്ങളെ തിരിച്ചിഷ്ടപ്പെടും കേട്ടോ. കണക്ക് ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ശരിക്കും ചിലപ്പോൾ ലോജിക്കലി ചെയ്യേണ്ട പ്രോബ്ലംസൊക്കെ ചിലപ്പോൾ ഓക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് തീരെ കണക്കറിയാത്ത ഒരാൾക്കും പ്രാക്ടീസ് ചെയ്ത് ഒരു 17 മാർക്ക് 20 നേടാൻ സാധിക്കുന്ന രീതിയിലേക്ക് എത്താൻ സിമ്പിളായിട്ട് പറ്റും. ഒരു ലോജിക്കും ഇല്ലാത്ത ഒരാൾക്ക് പോലും നമ്മുടെ PSC ഇടുന്ന പരീക്ഷകളിൽ, LGS നിലവാരത്തിലുള്ള പരീക്ഷകളിൽ എന്തായാലും 17 മാർക്ക് നേടാൻ സാധിക്കുന്ന രീതിയിലാണ് PSC ചോദിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യണമായിരുന്നു പ്രോബ്ലംസ്. പക്ഷെ അത് വിചാരിച്ച് കണക്കിൻ്റെ പുറകെ മാത്രം ഇരിക്കുകയും ചെയ്യരുത്. കാരണം ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയുള്ളൂ. കറണ്ട് അഫെയർ നോക്കണം. നല്ല നല്ല ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സുകൾ ഉണ്ടായിരിക്കും. പ്രീവിയസ്ലി ചോദിച്ച നല്ല നല്ല ഭാഗങ്ങളുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കണം. മാത്സിൻ്റെ പുറകെ മാത്രം ഇരിക്കാനും നിങ്ങൾ പാടില്ല കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം: ഒരു പരീക്ഷയിൽ 60% കുട്ടികൾ വിജയിച്ചു, പരാജയപ്പെട്ട കുട്ടികൾ 240. അയാൾ എത്ര കുട്ടികൾ പരീക്ഷ എഴുതിയെന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ നോക്കുക, എത്ര കുട്ടികളാണ് ജയിച്ച്? 60%. അപ്പോൾ എത്ര ആൾക്കാരാണ് തോറ്റുണ്ടാവുക? 60% വിജയിച്ചു എങ്കിൽ എത്ര ശതമാനം തോറ്റിട്ടുണ്ടായിരിക്കും? അതന്നെ 40%. എത്ര ശതമാനം തോറ്റുണ്ടാവും? 40%. എങ്ങനെ മനസ്സിലായത്? 60% കുട്ടികളുടെ കൂടെ എത്രയോ ശതമാനം കൂടിയും കൂട്ടിയാൽ എത്ര ശതമാനം ആവണം? ആകെ എഴുതിയ 100% ആവണം. അപ്പോൾ നോക്കുക, 60% കുട്ടികൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ 100%ത്തിൽ നിന്ന് ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി 40% ഉണ്ടാവും. ആ 40% കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? പരാജയപ്പെട്ടിട്ടുണ്ട്. അതെത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ് ഈ 40% അല്ലെങ്കിൽ പരാജയപ്പെട്ട കുട്ടികളുടെ എണ്ണം എത്രയാണ്? 240 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? 60% കുട്ടികൾ വിജയിച്ചു. അപ്പോൾ 60% കുട്ടികൾ വിജയിച്ച എത്ര കുട്ടികൾ തോറ്റുണ്ടാവും? 40% കുട്ടികൾ തോറ്റിട്ടുണ്ടാവും. അറിയാലോ. ഇനി ഇതേമാതിരിയല്ല വേറൊരു ചോദ്യം ചോദിക്കുക. ഒരു ക്ലാസ്സിൽ 60% ആൺകുട്ടികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ബാക്കി 40% പെൺകുട്ടികളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ 30% ആൺകുട്ടികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 70% പെൺകുട്ടികളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് എന്ത് പരീക്ഷ എഴുതുമ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ കേട്ടല്ലോ. അപ്പോൾ ഇനി 40% 240 നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4% എത്രയാ? 40% 240 ആണെന്നുണ്ടെങ്കിൽ 4% എത്രയാ? 40% 240 ആണെങ്കിൽ 4% എത്ര? എന്ത് ചെയ്തു? ഒരു 0 പോയിട്ടുള്ളൂ അല്ലേ? 24. 4% 24 ആണെങ്കിൽ 1% എത്രയാ? 4% 24 ആണെന്നുണ്ടെങ്കിൽ 1% എത്രയാ? 4% 24 ആണെങ്കിൽ 1% എത്രയാ? 4 കൊണ്ട് ഹരിച്ചാൽ പോലെ 24. 24 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 24/4 എത്രയാ? 6. അതായത് 4% 1% ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 4%നെ എന്തുകൊണ്ട് ഹരിച്ച്? 4 കൊണ്ട് ഹരിച്ച്. അപ്പോൾ 24 എന്തുകൊണ്ട് ഹരിക്കണം? 4 കൊണ്ട് ഹരിക്കണം. 24 4 കൊണ്ട് ഹരിച്ച് എത്രയാ? 6. 1% 6ആണ്. അപ്പോൾ 10% എത്രയായിരിക്കും? 60 ആയിരിക്കും. 100% എത്രയായിരിക്കും? 600 ആയിരിക്കും അല്ലേ? 1% 6 ആണെന്നുണ്ടെങ്കിൽ 10% എത്രയായിരിക്കും? 60 ആയിരിക്കും. 100% എത്രയായിരിക്കും? 600 ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ആകെ എത്ര കുട്ടികളുണ്ട്? 600
കുട്ടികൾ അവിടെ ഉണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ABE എന്ന് പറയുന്നത് 8 അപ്പോൾ KLO എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമുക്കറിയാം, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് പരിപാടി എന്ന്. എയുടെ വാല്യൂ എത്രയാണ്? 1, അതായത് A ആദ്യത്തെ ലെറ്റർ ആണ്. B എത്രയാണ്? B 2, C എത്രയാണ്? 3, D എത്രയാണ്? 4, ABCDE. അപ്പോൾ E എത്രയാണ്? 5. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയും കൂട്ടിയാൽ എത്ര കിട്ടുക? 8. ആ 8 അപ്പോൾ KLO എത്രയായിരിക്കും? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ABCD അങ്ങനെ എഴുതിയിട്ട് EFG അങ്ങ് നമ്മൾ വേറൊരു പ്രോബ്ലത്തിന് എഴുതിയില്ലേ, അപ്പോൾ അതിൻ്റെ മേലേക്ക് എന്ത് ചെയ്യുക? 1, 2, 3, 4 അങ്ങനെ 5 അങ്ങനെ നമ്പർ ഇട്ടിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കുക. അടുത്ത ചോദ്യം, 5 കുട്ടികളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 48. അവരുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 48. എന്താ പറഞ്ഞത്? 5 വർഷത്തിന് ശേഷം അവരുടെ ആകെ വയസ്സുകളുടെ തുക. ആകെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചത് അല്ലേ. 5 വർഷത്തിന് ശേഷം. ഇപ്പം എത്രയാണ്? 48. 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് 5 എന്ന് എഴുതി കൂട്ടിയാൽ മതിയോ? പാടില്ല. നമ്മളത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 5 അല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? 5 ഗുണിക്കണം 5 കുട്ടികളുടെ ഈ 5 ഈ 5 ഗുണിക്കണം എത്ര വർഷം? 5 വർഷം. 5 പേർക്കും 5 വയസ്സ് വെച്ച് കൂടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് എത്രയായി? 48 കൂട്ടണം 25. എത്ര കൂട്ടിയാൽ കിട്ടുക? 73 അല്ലേ. എത്രയാ ഉത്തരം? 73. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേമാതിരത്തെ പ്രോബ്ലംസ് കുറേ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി നല്ലപോലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്കറിയാം എന്താണ്, ഒരു വർഷം കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു വയസ്സ് കൂടുന്ന പോലെ തന്നെ മറ്റുള്ളവർക്ക് ഓരോരോ വയസ്സ് വെച്ച് കൂടുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം. എന്തായാലും ഓർത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? PSC കൂടുതൽ കേസുകളിലും നമുക്ക് എന്ത് ചെയ്യും? 48 + 5 എത്ര? 48 + 5 53 ഒരു ഓപ്ഷനായിട്ട് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പറ്റിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ 53 ഓപ്ഷനിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് സമയം കളയും. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? 5 വർഷത്തിന് ശേഷം അവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? 5 വർഷത്തിൻ്റെ 5 ഗുണിക്കണം എത്ര കുട്ടികളുണ്ട്? 5 കുട്ടികളായതുകൊണ്ട് 5 ഗുണിക്കണം 5 ചെയ്തിട്ട് നമ്മൾ അതും കൂടി എന്ത് ചെയ്യണം? കൂട്ടണം. അത് നിങ്ങൾ ഓർത്തിരുന്നേ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 3, 6, 2 ഈ സംഖ്യകളുടെ ലസാഗു എത്ര എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഞാൻ എഴുതി 3, 6 അതുപോലെ 2. ഇതിൻ്റെ ലസാഗു എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുകിൽ എന്ത് ചെയ്യാം? ലസാഗു ചെയ്യുന്ന മാതിരി ചെയ്യാം. ഞാൻ അങ്ങനെ ഒന്ന് എഴുതാം ആദ്യം. ഏതായാലും 2 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3, 3, 1. ഇനി 3 കൊണ്ട് ചെയ്യാം. 1, 1, 1. അപ്പോൾ എത്ര ഉത്തരം? 2 × 3 6 ഉത്തരം. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. നിങ്ങളോട് ഞാൻ ഇതിന് മുമ്പൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. 3, 6, 2. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 6. ഏതാണ് ഏറ്റവും വലിയ സംഖ്യ? 6. ഏറ്റവും വലിയ, അതായത് നമുക്ക് ലസാഗു കാണാൻ പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും വലിയ സംഖ്യ എന്താണ്? നമ്മളോട് ലസാഗു കാണാൻ പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും വലിയ സംഖ്യ മറ്റ് 2 ചെറിയ സംഖ്യകൾ കൊണ്ടും ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഏറ്റവും വലിയ സംഖ്യേനെ മറ്റുള്ള സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ LCM എന്ന് പറയുന്നത് ആ വലിയ സംഖ്യ ആയിരിക്കും. ഇത് ഞാൻ അതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. 6നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. പറ്റും. 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 2 കൊണ്ടും ഹരിക്കാൻ പറ്റും 6നെ. അപ്പോൾ എന്തായിരിക്കും? 6 ആയിരിക്കും LCM. ഇത് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും 6 ഉത്തരം എന്ന്. നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലുത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വലിയത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതൊന്നും ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുകയാണ്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാം എന്താ ഇത് ചെയ്യേണ്ടത്. 10.1765, 10.2765, 10.7650. ഇതിലേതാ വലുത് എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം വലതുവശത്ത് നിന്ന് നോക്കി വന്നപ്പോൾ ഇതൊക്കെ 10. പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 7. ഏതായിരിക്കും വലുത്? ഈ 7 ഉള്ളതായിരിക്കും വലുത്. ആ ഓർഡറിൽ തന്നെയല്ലേ പോകണത്. പിന്നെ അടുത്തത് വലുത് ഏതായിരിക്കും? ഈ 2 തുടങ്ങണമായിരിക്കും. അടുത്ത വലുത് ഏതായിരിക്കും? ഈ 1 തുടങ്ങണമായിരിക്കും. അടുത്ത വലുത് ഏതായിരിക്കും? ഈ 0 തുടങ്ങുന്നതായിരിക്കും. ഓക്കെ. ഇനിയിപ്പോൾ ഇവിടെ ഒരു 10.9 അതായിരിക്കും ഏറ്റവും വലുത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാ? 10.765. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ. ചോദ്യം, ഒരു പാത്രത്തിൻ്റെ വാങ്ങിയ വില 120 രൂപയാണ്. ഇത് 10% നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില കാണാനാണ് പറഞ്ഞത് അല്ലേ. നമ്മളെന്താ പറഞ്ഞത്? ഒരു പാത്രത്തിൻ്റെ വാങ്ങിയ വില എത്രയാ? 120. ഇത് എത്ര ശതമാനത്തിലാണ് വിറ്റ്? 10%
നഷ്ടത്തിലാണ് വിറ്റ്. 120ൻ്റെ 10% എത്രയാണ് അപ്പോൾ? 120ൻ്റെ 10% എത്രയാണ്? 12. 120ൻ്റെ 10% കാണാൻ എന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റ് മാറ്റി കുത്തിട്ടാൽ പോരെ. അതായത് 120ൻ്റെ 10% കാണാൻ പറഞ്ഞാൽ ഒരു പോയിന്റ് മാറ്റി കുത്തിട്ടാൽ മതി. അത് എത്രയാണ്? 12. ഓക്കെ ആണല്ലോ. 12 ആണെന്ന് കിട്ടിയല്ലോ. ഇനി എന്താ വേണ്ടത്? ഈ 12 എന്ത് ചെയ്യണം? ഇത് ഉത്തരം എഴുതാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? ഈ 120ന്ന് ആ നഷ്ടമായിട്ടുള്ള 12 കുറയ്ക്കണം. നഷ്ടമല്ലേ 12? അപ്പം അത് കുറയ്ക്കണം. എത്ര കിട്ടുക? 120ന്ന് 12 കുറച്ചാൽ എത്ര കിട്ടുക? 801. 108. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്താണ് ഇവിടെ ചെയ്തത്? 120 ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 120ൻ്റെ 10% നമ്മൾ ആദ്യം കണ്ടു. എത്ര? 120ൻ്റെ 10% 12 ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു 0 മാറ്റി കുത്തിട്ടാൽ മതി അല്ലേ? അപ്പോൾ ഇനി നോക്കുക, ഇത് 12 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? വിറ്റ വില കാണാൻ വേണ്ടിയിട്ട് 120 വാങ്ങിയ വില, അതിൽ നിന്ന് നഷ്ടമായിട്ടുള്ള 12 കുറച്ചാൽ മതി. അതായത് 10% എത്ര? 12. അത് കുറച്ചാൽ മതി. അത് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി? 108 എന്ന് കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 5³ ഗുണിക്കണം 5⁴ ഡിവൈഡഡ് ബൈ 5⁴ എത്രയാണെന്നാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു റൂളുണ്ട്. എന്താ വേണ്ടത്? അറിഞ്ഞിരിക്കേണ്ട ഒരു റൂളുണ്ട്. നോക്കിക്കോ, അല്ലെങ്കിൽ പഠിച്ചോ. a⁴m ഗുണിക്കണം a⁴n. എന്താണ്? a⁴m ഗുണിക്കണം a⁴n. ഈ a എന്ന് പറയുന്നത് ബേസ് ആണ്. അത് സെയിം ആയിരിക്കണം എന്നാണ്. ഇവിടെ 5 5 വന്ന പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? a⁴m പ്ലസ് n ആണ്. എന്താ പറയുന്നത്? a⁴m ഗുണിക്കണം a⁴n എന്ന് പറഞ്ഞാൽ a⁴m പ്ലസ് n ആണ്. ഇവിടെ എന്താണ്? 5⁴3 ഗുണിക്കണം 5⁴4 ആണ്. അപ്പോൾ എന്തായിരിക്കും? 5⁴3 കൂട്ടണം 4 എത്രയാണ്? 5⁴3 കൂട്ടണം 4 എത്രയാണ്? 5⁴7. അപ്പോൾ ഇത് നമുക്ക് ഇനി എങ്ങനെ എഴുതാം? 5⁴7 ഡിവൈഡഡ് ബൈ 5⁴7. മേലെയും താഴെ ഒരേ സംഖ്യയാണ്. അതായത് 5/5 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് വെട്ടിയിട്ട് 1 എന്ന് എഴുതില്ലേ? അതേമാതിരി 5⁴7 ഡിവൈഡ് ബൈ 5⁴7 എന്ത് ചെയ്യാം? നമുക്ക് വെട്ടാം. എത്ര ഉത്തരം? 1. എത്ര ഉത്തരം? 1. ഇതിൽ നമ്മൾ എന്താ പഠിച്ചത്? a⁴m ഗുണിക്കണം a⁴n എന്ന് പറയുന്നത് എന്താണ്? a⁴m പ്ലസ് n ആണ്. ഇത് മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. നമ്മൾ കുറച്ച് മുമ്പ് എന്ത് ചെയ്തു? വർഗം കാണാൻ വേണ്ടിയിട്ട് ഇതേ മോഡലിൽ ഒരു സാധനം പഠിച്ചു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? വർഗ്ഗമൂലം കാണാനും നമ്മൾ പഠിക്കണ്ടേ? വർഗം കാണാൻ പഠിച്ചു ഇതേ മോഡൽ. അപ്പോൾ അതിൻ്റെ വർഗ്ഗമൂലം കാണണം. അതായത് റൂട്ട് ഓഫ് 0.0081 എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൂട്ട് ഓഫ് 0.0081. ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? 81 ഇല്ലേ? വലിയ സംഖ്യ എത്രയേ ഉള്ളൂ? 81 ഉള്ളൂ. 81ൻ്റെ റൂട്ട് എത്രയാ? 81ൻ്റെ റൂട്ട് എത്രയാ? 9. അതായത് 9ൻ്റെ സ്ക്വയർ ആണല്ലോ 81. അത് ആദ്യം എടുത്ത് എഴുതുക. അത് എഴുതിയിട്ട് ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് നോക്കുക? 1 2 3 4. എത്ര? 4 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ്. അതിൻ്റെ നേർപകുതി എടുക്കുക. 4ൻ്റെ നേർപകുതി എടുക്കുക. എത്രയാ? 2 സ്ഥാനം. 1 2. 2 സ്ഥാനം മാറ്റിയിട്ട് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കണം. 2 സ്ഥാനം മാറ്റിയിട്ട് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് ആളില്ല. അപ്പോൾ നമ്മളിവിടെ എന്തിട്ട് കൊടുക്കും? ഒരു 0 ഇട്ട് കൊടുക്കും. മനസ്സിലായല്ലോ? ഒരു കണൂടി പറയുകയാണ്. എന്താ ചെയ്തത്? ആദ്യം നമ്മൾ സംഖ്യ 81, റൂട്ട് 0.0081 81 ഉള്ളൂ സംഖ്യ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 81ൻ്റെ റൂട്ടായിട്ടുള്ള 9 ആദ്യം എടുത്ത് എഴുതി. ഇനി എന്ത് ചെയ്തു? നമ്മൾ എത്ര സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ട് നോക്കി? 1 2 3 4 സ്ഥാനം മാറ്റിയിട്ടാണ് എന്ത് പോയിന്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേർപകുതി എടുക്കണം. റൂട്ട് എടുക്കാൻ പറഞ്ഞാൽ നേർപകുതി എടുക്കണം. നേർപകുതി പറഞ്ഞാൽ എത്രയാ? 2 സ്ഥാനം മാറ്റിയിട്ടല്ലേ? 2 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇടാനല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ സ്ഥാനത്തിന് ഇടാൻ ആളുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ എന്തിട്ട് കൊടുക്കും? 0 ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? 0.09. 0.09. ഏതാ ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ? നിങ്ങൾ കുറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലോണം എന്ത് ചെയ്യുക? പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും പിന്നെ അതുപോലെ ഏതെങ്കിലും ചാനലിൽ നിന്നോ എന്തെന്നാണ് വെച്ചാലും നിങ്ങൾ പ്രോബ്ലംസ് എടുത്ത് ചെയ്ത് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ കേട്ടോ. എന്താണ് നമുക്ക് ഈ വെട്ടി ചെറുതാക്കാനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും.
അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ ഒരു ദിവസം തന്നെ എനിക്കെല്ലാം കിട്ടുന്ന പോലെയൊന്നും ആർക്കും ആവാൻ സാധിക്കില്ല. എല്ലാവരും ഇതുമ്മ ഇരുന്ന് വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ടെത്താനും നല്ല മാർക്ക് മേടിക്കാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും വിചാരിച്ച് ആരും വിഷമിക്കൊന്നും വേണ്ട, എന്നെക്കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. നമ്മൾ മാക്സിമം വർക്ക് ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും എന്ത് ചെയ്യുക, ഞാൻ ഇത്രയും ദിവസം പഠിച്ചില്ല എന്നുള്ളത് പോലും പോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ചെയ്യുക, മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ടിട്ട് നല്ല പോലെ വർക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ ഒരു ഫലം എന്തായാലും കിട്ടും. അതായത് നിങ്ങൾക്ക് ഒരു മാർക്കെങ്കിലും കൂടുതൽ അതുകൊണ്ട് കിട്ടും, അല്ലാതെ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.